ഹലോ സാർ. ഹലോ എൽ ബി അല്ലേ? അതെ, ഞാൻ എൽബിയ. അതെ, ഒരു കാര്യം ചെയ്യണം കേട്ടോ. മറ്റേ നമ്മുടെ ഫയലെല്ലാം എടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ എഡ്വിൻ ഫുഡ്സ് ഉണ്ടല്ലോ, ആ കമ്പനിയുടെ ഫയലുകൾ എടുത്തിട്ട് അവർക്ക് ഈ പ്രാവശ്യം ഈ മാസം കൊടുത്തേക്കുന്ന ഇതില്ലേ, അതിൻ്റെ ബില്ലുകളെല്ലാം മൊത്തം എടുക്കുക. എന്നിട്ട് ആ കമ്പനിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് അവരോട് ആ ഫുഡ് ഇതിൻ്റെ ഉണ്ടല്ലോ, പൈസ ഉണ്ടല്ലോ, പേയ്മെൻ്റ് ഒന്ന് നമ്മുടെ കമ്പനിയിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറയണം കേട്ടോ. ആ ബില്ലുകളെല്ലാം എടുത്തുകൊണ്ട് പോണേ. അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണം. അവർ നല്ലൊരു കമ്പനിയാണ് കേട്ടോ, നമ്മുടെ നല്ലൊരു ക്ലയൻ്റാണ്. അവർ വേറെ കമ്പനിയിൽ പൈസ കാര്യം ചോദിച്ചാൽ മാത്രം മതി, നിർബന്ധിച്ച് പറയുകയൊന്നും വേണ്ട. നല്ല ക്ലയൻറ്റാണ്, എല്ലാ പ്രാവശ്യം കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു തരുന്ന ആൾക്കാരാണ്. ഓക്കെ, എന്നാൽ ഇതെല്ലാം എടുത്തോണ്ട് പോട്ടോ, ബില്ലെല്ലാം എടുത്തോണ്ട് പോണേ. എന്നാൽ ആയിക്കോട്ടെ. അതുകൊണ്ടല്ല നിന്നെ എൽബിന്ന് വിളിച്ചത്. എങ്ങനെയാണ്, നിനക്ക് സുഖമാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിനക്കോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. നിന്നാണ് പരിപാടിയൊക്കെ? എന്നാ പരിപാടി? ഞാനൊരു കമ്പനിയിൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യാം. കിട്ടും. അതെയോ? അത് ശരി. നിനക്ക് എന്താ പരിപാടി? നീ 10 എഴുതി പാസ്സായിരുന്നോ? 10 എഴുതി ജസ്റ്റ് പാസ്സായില്ലേ. അത് കഴിഞ്ഞ ഡിഗ്രിക്ക് പോയോ? എന്നാ ഡിഗ്രിക്ക് പോകാനാ? ഡിഗ്രി ഒന്നും പോയില്ല, അതുകൊണ്ട് നിർത്തി. അപ്പൊ ഇപ്പൊ എന്നാ പരിപാടി? ഇപ്പൊ എന്നാ പരിപാടി? ചെറിയ പരിപാടി ഉണ്ട്, ചെറിയൊരു കമ്പനി ഉണ്ട്, എഡ്വിൻ ഫുഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി. അത് നടത്തിക്കൊണ്ട് പോവാ. ഞാനിപ്പോ അങ്ങോട്ട് വന്നതാ, കുറച്ച് ഫയൽസ് അവിടെ ഏൽപ്പിക്കാനുണ്ട്, അതുകൊണ്ടാണ്. അതെയോ? അത് ശരി. നീ തേർഡ് ഫ്ലോറിലാ? നീ തേർഡ് ഫ്ലോറിൽ ചെന്നാൽ മതി, അവിടെ മാനേജർ ഉണ്ട് കേട്ടോ. മാനേജർ ഏൽപ്പിച്ചാൽ മതി കേട്ടോ. അത് മാനേജർ ഏൽപ്പിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്തോണ്ട് കേട്ടോ. എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. എന്നാ ആയിക്കോട്ടെ, പിന്നെ കാണാം. ഓക്കെ. ഞാനുള്ള ഡിഗ്രി മൊത്തം എടുത്തിട്ട് ഈ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യണം. അവനോ 10 ജസ്റ്റ് മാസമായുള്ളൂ, ഇപ്പൊ ഒരു വലിയ കമ്പനിയുടെ ഓണറാ. ഇത്രയൊക്കെ പഠിച്ചിട്ട് ഞാൻ എന്നാ നേടി?